ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പോക്കട്ടെക്കിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ഇ സ്പോർട്സ് ലോഗോയിലെ പേര് ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ കിങ് സെർജിയോ എന്നുള്ള പേര് ഞാൻ നൈറ്റ് എന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും ഇതിന് ആദ്യം നിങ്ങൾക്ക് വേണ്ടത് നമ്മൾ ഗൂഗിൾ ക്രോമിലേക്ക് കയറുക. ബ്രൗസറിൽ കയറിയ ശേഷം നമ്മൾ ഇ സ്പോർട്സ് ലോഗോ എന്നൊന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ ഈ സ്പോർട്സ് ലോഗോ ഒന്ന് സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് എന്നിട്ട് ഇമേജ് സെക്ഷനിൽ കയറുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഒരുപാട് ലോഗോസ് ഉണ്ട്. അപ്പോൾ നമ്മളൊരു ആപ്ലിക്കേഷൻ വഴി ഇത് ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ലോഗോസും എന്താ പറയുക കുറച്ച് പേരുകളൊക്കെ കാണത്തുള്ളൂ. ഓക്കെ, ഫോണ്ടുകളൊക്കെ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് ഇഷ്ടമുള്ള ലോഗോ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തായാലും ഇവിടുന്ന് നിങ്ങൾക്ക് ഒരു ലോഗോ ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമ്മൾ സ്നാപ്സീഡിൽ കയറുക. സ്നാപ്സീഡിൽ കയറിയ ശേഷം അതിനകത്ത് ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ ഒരു കിങ് സെർജിയോയുടെ ഫോട്ടോ ആണ് മാക്സിമം ക്വാളിറ്റിയിലുള്ളത് തന്നെ ഡൗൺലോഡ് ചെയ്യാൻ നോക്കുക. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ ഇതിനകത്ത് കുറച്ച് ചേഞ്ചസ് വരുത്താൻ പോവാണ്. ഇതിൻ്റെ സൈഡിൽ ചെറിയൊരു ചേഞ്ച് വരുന്നത്. ഞാൻ ആദ്യമായിട്ട് ഡബിൾ എക്സ്പോഷർ എന്നുള്ള ഓപ്ഷൻ എടുക്കുക. എന്നിട്ട് ആഡ് ഫോട്ടോ കൊടുക്കുക. ശേഷം ആ സെയിം ഫോട്ടോ തന്നെ ഒന്നും കൂടി ചൂസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ ലെഫ്റ്റ് സൈഡിൽ എസ്സിൻ്റെ അവിടെ ഒരു അകത്തോട്ടൊരു വളവുണ്ട്, അത് മാറ്റാനാണ് നോക്കുന്നത്. അപ്പോൾ അതായത് ഇത് ഞാൻ നേരെ തിരിച്ച് അതൊന്ന് റീ അലൈൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ ആ ഒരു ഊട്ട അടയുന്ന രീതിയിൽ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെടുക്കുന്ന ലോഗോസിൽ അങ്ങനത്തെ സീനൊന്നും വരാൻ സാധ്യതയില്ല. അപ്പോൾ എന്തായാലും അത് നമ്മളൊന്ന് സെറ്റ് ചെയ്യണം. ഇനി ഇൻ കേസ് വരുവാണെന്നുണ്ടെങ്കിൽ എന്നിട്ട് നിങ്ങൾ ഒപ്പേക്സിറ്റി എടുത്ത് ഫുള്ളാക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയായിരിക്കും ഫോട്ടോ വരുന്നത്. മുകളിലൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം, 2 ലെയർ ഉണ്ട്. അപ്പോൾ അതിൽ ടാപ്പ് ചെയ്ത ശേഷം വ്യൂ എഡിറ്റിൽ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഈ ഒരു ഓപ്ഷൻ വരും. എന്നിട്ട് നടുക്കത്ത് ആ ഒരു പേനയുടെ ഓപ്ഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്ന് ഇവിടെ ഇങ്ങനെ ഡ്രോ ചെയ്യുമ്പോൾ ആ ഒരു എഡിറ്റ് വരുന്ന ഫീച്ചറാക്കാം. താഴെ നിങ്ങൾക്ക് അവിടെ ഒരു ആരോടെ പടം കാണാം, കൂട്ടുന്നതനുസരിച്ച് സാധനം കൂടും. അപ്പോൾ എന്തായാലും ഞാൻ ആ ഒരു സംഭവം ഫിക്സ് ചെയ്യാണ്. ഞാൻ കുറച്ച് സ്പീഡിൽ അടിച്ചു വിട്ടിട്ടുണ്ട് ചെയ്യുന്ന പരിപാടികൾ, അതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് അത് പെട്ടെന്ന് തന്നെ ഈ ഒരു സംഭവം ഡ്രോ ചെയ്യാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും കളറിലൊക്കെ വ്യത്യാസം വരുന്നുണ്ട് അവിടെ എവിടെയൊക്കെ. അതൊന്നും പ്രശ്നമില്ല, നമ്മളതെങ്ങനെ ഫിക്സ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് ആ ഒരു സംഭവം ഫിക്സ് ആയിട്ടുണ്ട്, കണ്ടില്ലേ? പക്ഷേ അവിടെ കളറിന് വ്യത്യാസമുണ്ട്. ഇനി അത് ഫിക്സ് ചെയ്യുന്ന ഒന്നുകൂടി ഡബിൾ എക്സ്പോഷർ എടുക്കുക. ഇനിയും ആ ഒരു ന്യൂ ഇമേജ് ടാപ്പ് ചെയ്യുക. പിന്നെയും ആ സെയിം ഫോട്ടോ ഒന്നുകൂടെ ടാപ്പ് ചെയ്യുക. ശേഷം നമ്മുടെ ഇമേജ് ഒന്ന് സൂം ഔട്ട് ചെയ്യുക. ഓക്കെ, പുറത്തോട്ടൊന്ന് വെച്ച ശേഷം ഒപ്പേക്സിറ്റി ഫുള്ളാക്കുക. ഓക്കെ, എന്നിട്ട് പിന്നെയും നമ്മൾ വ്യൂ എഡിറ്റിൽ കയറുക. ഒന്നുകൂടെ ആ ഒരു പെൻസിൽ ബട്ടണൊക്കെ ഒന്ന് നമ്മൾ ഒന്നുകൂടെ അടിക്കുക എന്നുണ്ടെങ്കിൽ ആ ഒരു സ്ഥലത്തെ കളറ് മാറിയത് നമുക്ക് ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, വളരെ സിമ്പിളായിട്ട് ആ ഒരു കളറ് മാറിയ സംഭവം നമ്മൾ ഫിക്സ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഓക്കെ, ഇപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും പ്രശ്നം വരികയാലും നമുക്ക് എഡിറ്റ് ചെയ്യാം. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ ആ നടുക്കത്തെ ഭാഗം നമുക്കൊന്ന് കറുപ്പിക്കണം. ഇല്ലെങ്കിൽ അവിടുത്തെ കളർ മാറ്റിയാൽ മാത്രമേ നമുക്ക് അവിടെ പുതിയ പേരടിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു സെർജിയോ എന്ന് എഴുതിയേക്കുന്നത് നമ്മൾ മാസ്ക് ചെയ്യണം. അതിനായിട്ട് ഒന്നുകൂടി ഡബിൾ എക്സ്പോഷർ എടുത്ത് ആ ഒരു പിക്ക് എടുത്ത് പുറത്തേക്ക് വെച്ച ശേഷം നമ്മൾ ഒപ്പേക്സിറ്റി ഫുള്ളാക്കുക. ഓക്കെ, അപ്പം ഒരു ഫുള്ളി ബ്ലാക്ക് ആവും. ശേഷം നമ്മൾ ഒന്നുകൂടി ആ ഒരു മുകളിലത്തെ ലെയർ ഓപ്ഷൻ ഞെക്കിയ ശേഷം വ്യൂ അടിച്ച് കൊടുക്കുക. ഒന്നുകൂടെ ടാപ്പ് ചെയ്ത് എഡിറ്റ് ഓപ്ഷൻ കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ ചെന്ന് ജസ്റ്റ് ഡ്രോ ചെയ്ത് കൊടുക്കുക, 100 ആക്കുക. എന്നിട്ട് ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ആ ഒരു ഇമേജ് മാസ്ക് ആവുന്നത്. അങ്ങനെ നമ്മൾ ആ ഒരു പേര് എഴുതിയേക്കുന്ന ഭാഗം കംപ്ലീറ്റ് ആയിട്ടൊന്ന് മാസ്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ആ ഒരു ഇത്രയും ചെയ്യാം. കുറച്ച് പണിയാണ് ഗൈസ്, പക്ഷേ എങ്കിലും നമുക്ക് കറക്റ്റ് സെറ്റായിട്ട് സംഭവങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ആ പേര് മാസ്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി പ്രത്യേകിച്ച് വലിയ പണിയൊന്നുമില്ല. ഇനി നമുക്ക് അത്യാവശ്യം വളരെ സിമ്പിളായിട്ടുള്ള എന്താ പറയുക പ്രോസസ്സാണ്. ഇനി എന്താ വേണമെന്ന് വെച്ചാൽ നിങ്ങൾ പിക്സൽ ലാബ് ആപ്ലിക്കേഷനിലേക്ക് കയറുക. പിക്സൽ ലാബിൽ കയറുമ്പോൾ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോണ്ടുകൾ നിങ്ങളുടെ ഓൺലൈനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കാം. എന്നിട്ട് നിങ്ങൾ ഫ്രം ഗാലറി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഈ ഒരു പിക്ക് അവിടെ കൊണ്ട് ചൂസ് ചെയ്യുക. എന്നിട്ട് ആ ഒരു ടെക്സ്റ്റ് കൊണ്ട് വെച്ച ശേഷം ഡബിൾ ടാപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിനകത്ത് എന്താ ടൈപ്പ് ചെയ്യണമെന്ന് വരും. അപ്പോൾ ഞാൻ നൈറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു പബ്ജി ക്ലാൻ്റെ ലോഗോയ്ക്കാണ് ഞാൻ അടിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇനി ഇവിടെ ഒരു സംഭവം നിങ്ങൾക്ക് കാണാം, നമുക്കിവിടെ സ്പേസിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ അത് പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞ സംഭവം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഈ ഒരു ലോഗോയുടെ ഭാഗം എന്ന് പറഞ്ഞ ഒരുവിധം വളഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു വളവ് നേരെ ആക്കാനായിട്ടാണ് നമ്മൾ ഈ ഒരു സംഭവം ചെയ്യുന്നത്. കണ്ടില്ലേ, നമുക്ക് ആ ഒരു രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. കണ്ടില്ലേ, ഇപ്പോൾ ആ ഒരു നമ്മളാ ഫോണ്ട് നമ്മൾ വളച്ച് വെച്ചിട്ടുണ്ട് സിമ്പിളായിട്ട്. ഓക്കെ, അപ്പം പെർസ്പെക്റ്റീവ് ഇങ്ങനെ വളഞ്ഞിട്ടുള്ള ലോഗോസൊക്കെ വരുന്നുണ്ടെങ്കിൽ ആ പെർസ്പെക്റ്റീവ് വെച്ച് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. പിന്നെ ഷാഡോസ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്കൊന്ന് കളർ കൂടെ കൊടുക്കാം. അപ്പോൾ അതായത് ഞാൻ കളർ ഓപ്ഷൻ എടുത്തിട്ട് നൈറ്റ് എന്നുള്ള ഭാഗം റെഡ് കൊടുക്കാൻ പോകണം. അതിനായിട്ട് ഫ്രണ്ടിൽ അവിടെ ഡ്രോപ്പറിൻ്റെ പടം കാണും. പ്ലസ് ഞെക്കി കഴിഞ്ഞാൽ അവിടെ ഡ്രോപ്പറിൻ്റെ പടം കാണും. അത് ടാപ്പ് ചെയ്ത ശേഷം നമുക്കിത് കൊടുത്താൽ മതി. പിന്നെ ആ ഒരു എഡ്ജിലുള്ള 2 സ്ഥലവും ഞാൻ യെല്ലോ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഡ്രോപ്പറിൻ്റെ പടം പ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിക്ചറിൽ നിന്ന് തന്നെ നമുക്ക് ആ ഒരു കളർ ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അങ്ങനെ ചെയ്താൽ വളരെ സിമ്പിളായിട്ട് 2 സൈഡിലും
നമ്മൾ ഈ ഒരു കളർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് അതും സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ലോഗോ സെറ്റ് ചെയ്തു. ഇനി നമ്മൾ ഒന്നുകൂടി സ്നാപ്സീഡിൽ വരികയാണ്. ഇനി നമുക്ക് അതൊന്ന് എൻഹാൻസ് ചെയ്യാം. ഓക്കെ, അപ്പം കളറൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഓവറോൾ എല്ലാം ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയാണ് നമ്മൾ തിരിച്ച് സ്നാപ്സീഡിലോട്ട് വന്നിട്ടുള്ളത്. ഇവിടെ വന്ന ശേഷം നമുക്ക് എല്ലാ ഒരു കളർ കോമ്പിനേഷനൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കുറച്ചുകൂടെ കളർ കൂട്ടണമെങ്കിൽ കൂട്ടാം. ഓക്കെ, എല്ലാം നമ്മുടെ ഇഷ്ടാനുസരണം ഒന്നുകൂടെ സെറ്റ് ചെയ്യാം. പിന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് താഴെ കാണാനായിട്ട് സാധിക്കും, എന്താ പറയുക, നമ്മുടെ ലെൻസ് ബ്ലർ എന്ന് പറഞ്ഞ ഓപ്ഷൻ. ഈ ഒരു ബ്ലർ ഓപ്ഷൻ ഓൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ആ ലെഫ്റ്റ് സൈഡിൽ ഓക്കെ ഇപ്പോൾ ഒരു വിഗ്നീറ്റ് എഫക്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാം. അതായത് നമ്മുടെ ലോഗോയിൽ ക്യാരക്ടറിനെ മാത്രം ഫോക്കസ് ചെയ്യുന്ന രീതിയിലൊക്കെ നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മുടെ ലോഗോ ബ്ലർ സ്ട്രെങ്ത് കൂട്ടി കഴിഞ്ഞാൽ കണ്ടില്ലേ, വളരെ സിമ്പിളായിട്ടൊരു നല്ലൊരു എഫക്റ്റ് നമുക്കവിടെ കൊടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ആദ്യമേ നമ്മൾ ചെയ്തപ്പോൾ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ കളർ ഓക്കെ രണ്ട് ഡിഫറൻ്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അത് നമുക്കൊന്ന് ഇച്ചിരി ബ്രൈറ്റ്നസും കാര്യങ്ങളൊക്കെ കൂട്ടി അതൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ എന്തായാലും അങ്ങനെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു ലോഗോ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ ഇഷ്ടപ്പെട്ട ലോഗോസും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്താലും നമ്മുടെ സ്നാപ്സീഡിൽ ഡബിൾ എക്സ്പോഷറും പിന്നെ പിക്സൽ ലാബ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഗൈസ്.